എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രധാനപ്പെട്ട നിങ്ങൾ എല്ലാവരും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക, എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. നമുക്കറിയാം, നിലവിൽ 4 തരം റേഷൻ കാർഡുകളാണുള്ളത്. അതായത് BPL മഞ്ഞ റോസ് റേഷൻ കാർഡ്, അതുപോലെ തന്നെ APL നീല വെള്ള റേഷൻ കാർഡ്. എന്നാൽ പുതുതായിട്ടൊരു റേഷൻ കാർഡ് കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റേഷൻ കാർഡിലൊക്കെ നമ്മൾ ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ ചില മാനദണ്ഡങ്ങളുണ്ട്. അതിന് അർഹരാണെങ്കിൽ മാത്രമാണ് ഈ ഒരു റേഷൻ കാർഡിൽ നമ്മൾ ഉൾപ്പെടുക. പ്രത്യേകിച്ച് BPL മഞ്ഞ റോസ് റേഷൻ കാർഡ്. കാരണം നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെതായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെതായിക്കൊള്ളട്ടെ ആവശ്യത്തിലധികം ആനുകൂല്യങ്ങൾ ഈ ഒരു മഞ്ഞ റോസ് റേഷൻ കാർഡിന് ലഭിക്കുന്നുണ്ട്. നേരെ മറിച്ച് APL നീല വെള്ള റേഷൻ കാർഡുകാർക്ക് പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളൊന്നുമില്ല. അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ വളരെയധികം കുറവാണ്. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു കോവിഡിൻ്റെ പശ്ചാത്തലം വന്നപ്പോഴാണ് ഓരോരുത്തരും അവരുടെ റേഷൻ കാർഡിൻ്റെ വാല്യൂ മനസ്സിലാക്കിയത്. അതായത് BPL കാർഡായാൽ എന്താണ് ഗുണം, അതുപോലെ തന്നെ APL കാർഡായാൽ എന്താണ് പ്രശ്നം എന്നുള്ള കാര്യമൊക്കെ. നമുക്കറിയാം, നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് BPL കാർഡിൽ അനർഹരായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. അതായത് APL കാർഡിൽ ആയി ഇരിക്കേണ്ട ആളുകൾ BPL കാർഡിൽ നിന്ന് അനർഹരായിട്ട് ആനുകൂല്യം കൈപ്പറ്റുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ APL കാർഡിൽ BPL കാർഡിലേക്ക് മാറാനുള്ള ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് അനർഹരായി ആരെങ്കിലും റേഷൻ കാർഡിൽ ഉണ്ടെങ്കിൽ, അതായത് BPL റേഷൻ കാർഡിൽ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കണ്ടുപിടിക്കുന്നതും അതുപോലെ തന്നെ അവർക്കെതിരെ കർശന നടപടിയും തടവും പിഴയും ഈടാക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് പൂർണ്ണമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ നിരവധി ആളുകളെ അതേപോലെ അനർഹരായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ റേഷൻ കാർഡുകളിൽ ഒരു നോട്ടീസ് പതിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചല്ല നിങ്ങൾ റേഷൻ കാർഡ് കൈവശം വെച്ചിട്ടുള്ളതെങ്കിൽ, അതായത് ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ചല്ല നിങ്ങൾ നിലവിൽ നിങ്ങളുടെ കയ്യിലുള്ള അത് BPL മഞ്ഞ റോസ് റേഷൻ കാർഡോ അല്ലെങ്കിൽ APL നീല റേഷൻ കാർഡോ ആയിക്കൊള്ളട്ടെ, ആ 3 റേഷൻ കാർഡും ആ നോട്ടീസിൽ പറഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ചല്ല നിങ്ങൾ കൈവശം വെച്ചിട്ടുള്ളത് എങ്കിൽ നിർബന്ധമായും ആ ഒരു കാർഡ് നിങ്ങൾ താലൂക്ക് സപ്ലൈ ഓഫീസിൽ സറണ്ടർ ചെയ്യേണ്ടതും അതിനനുസരിച്ചുള്ള പിഴ ഈടാക്കേണ്ടതുമാണ്. എന്നിട്ട് പൊതുവിഭാഗം കാർഡിലേക്ക് നിങ്ങൾ മാറേണ്ടതുമാണ് എന്നുള്ള കാര്യം ആ നോട്ടീസിൽ പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കുള്ള ഒരു സ്ക്രീൻഷോട്ട് കാണാൻ സാധിക്കും. അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് അവരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നിലവിൽ ഏകദേശം 4 ലക്ഷത്തോളം അനർഹരായ BPL മഞ്ഞ കാർഡുകളെയാണ്, അതായത് അന്ത്യ അന്നയോജന കാർഡുകാരെയാണ് പിടിച്ചിട്ടുള്ളത്. എന്നിട്ട് അവരിൽ നിന്ന് ഏകദേശം 1.25 കോടിയോളം രൂപയാണ് പിഴയായിട്ട് ഈടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട നിർബന്ധം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നിലവിൽ ആരെങ്കിലും BPL മഞ്ഞ റോസ് അല്ലെങ്കിൽ APL നീല കാർഡിൽ അനർഹരായിട്ട് ഉണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ നിങ്ങളുടെ കാർഡ് സറണ്ടർ ചെയ്ത് പൊതുവിഭാഗത്തിലേക്ക് മാറാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമുക്കറിയാം, APL കാർഡിൽ നിരവധി പേർ അർഹരായിട്ടുള്ള ആളുകളുണ്ട് BPL കാർഡിലേക്ക് മാറാനുള്ളവർ. അപ്പോൾ നിങ്ങളിങ്ങനെ അനർഹരായിട്ടുള്ളവർ ഇങ്ങനെ മാറിയാൽ മാത്രമേ അവർക്ക് നിലവിൽ BPL മഞ്ഞ റോസ് റേഷൻ കാർഡിലേക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, ഇപ്പോൾ പുതിയതായിട്ട് റേഷൻ കാർഡിന് അപേക്ഷിച്ചാൽ അതിപ്പോൾ ക്യാൻസർ രോഗികളോ എന്ത് രോഗികളോ ആയിക്കൊള്ളട്ടെ, വാടക വീട്ടിൽ താമസിക്കുന്നവരായിക്കൊള്ളട്ടെ, എങ്ങനെയുള്ള ആളുകളായാലും അവർക്കൊക്കെ ഈ ഒരു വെള്ള റേഷൻ കാർഡാണ് കിട്ടുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു BPL മഞ്ഞ റോസ് റേഷൻ കാർഡിൽ മാറണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അനർഹരായിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് ഒഴിവായി പോകേണ്ടതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം നിർബന്ധമായി അറിഞ്ഞിരിക്കുക. ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാ ആളുകളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ പുതിയ നല്ല ഇൻഫർമേഷൻ വീഡിയോ നമുക്ക് വീട്ടിൽ കണ്ടുവിടാം. അതുവരേക്കും എല്ലാവരോടും ഗുഡ് ബൈ.